ഇതാണ് മറ്റേ ബോയ് ഫ്രണ്ടിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന പെങ്കൊച്ച്. ഇതാണ് ആ ബോയ് ഫ്രണ്ട്. ഈ MDMA ആയിട്ട് പിടിയിലായിരിക്കാണ്. കഞ്ചാവ് മയക്കുമരുന്ന് പെണ്ണ് കേസ് ലാസ്റ്റ് ആയിട്ട് പറയാ നിനക്ക് ഇവനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിടാം. ഇതെന്നൂടെ എടുത്തോണ്ടൊക്കെ നടക്കുന്നേ എടുപ്പിക്കാം. ഇത് ഓടും മോനെ, കേരളം മുഴുവൻ ഓടും. ഹലോ മച്ചമാരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മച്ചമാരെ. ഞാനിപ്പോ കറക്റ്റ് അവിടെ നിൽക്കുന്ന വെച്ചാൽ നമ്മുടെ പുനലൂരില് സത്രമുക്കം വെള്ളിമലയുടെ ഇടയ്ക്കുള്ള കോറക്സ് ജിമ്മിലാണ്. ബ്രോ, ഈ കോറക്സ് ജിമ്മിനെ കുറിച്ച് എങ്ങനെയാ ബ്രോ പറ? ജിമ്മിൽ നമ്മൾ ലൊക്കേഷൻ വരുന്നത് വെള്ളിമലയും സത്രമുക്കുന്ന ഇടയ്ക്കുള്ള ജംഗ്ഷനിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ജിമ്മിൽ ലേഡീസിന് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ ജെന്റ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. ഇതാണ് ലേഡീസിന്റെ ട്രെയിനർ. ഓക്കെ, നമുക്ക് ലേഡീസിന്റെ ടൈമിംഗ് വരുന്നത് 10 to 4:30 ആണ്. പ്രൈവസി വേണ്ടവർക്ക് മാത്രമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. കാര്യം എല്ലാവർക്കും എല്ലാ സമയത്തും വരാനുള്ള ബുദ്ധിമുട്ട്. നോർമലി എത്ര ടൈമിംഗ് എങ്ങനെ ഇവിടെ? മോർണിംഗ് 5:30 to നൈറ്റ് 10 o'clock. 10 o'clock. ഇപ്പം ഇവർക്ക് നല്ല നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, 2 months ആവുന്നുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് നല്ല കിടിലും ഓഫേഴ്സ് ഉണ്ട്. കപ്പിൾ ഓഫേഴ്സ് ഉണ്ട്, കിഡ്സിന് ഓഫേഴ്സ് ഉണ്ട്, ജെന്റ്സിനും ലേഡീസിനും ഒരു ഫാമിലി ആയിട്ട് വരുന്നതിനൊക്കെ ഓഫേഴ്സ് ഇല്ലേ? ഓക്കെ, അങ്ങനെ കൊണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ നാട്ടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻസ് വേണ്ടവർ വിളിച്ച് പറയുക, ഇവിടെ വരിക. ഫുള്ളി നമ്മൾ മെയിൻലി ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ചുമ്മാ വന്ന് കുറേ മസിലടിച്ച് വെയിറ്റ് കുറയ്ക്കുന്നത് മാത്രമല്ല, ഒരുപാട് ഫീച്ചേഴ്സ് ഞാൻ കണ്ട്. ഇല്ലേ, നമ്മുടെ ഇവിടെ അടുത്ത പ്രദേശത്തൊന്നും ഇല്ലാത്ത ഒരുപാട് മെഷീൻസ്, പുനലൂര് പോലും ഇല്ലാത്ത മെഷീൻസ് ഒക്കെ നമുക്ക് ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത് വെയിറ്റ് ഗെയിനിങ്, വെയിറ്റ് ലോസിങ്, പിന്നെ ബൾക്കിങ്, മസിൽ ഗെയിനിങ്, പിന്നെ എനിക്കറിയത്തില്ല സ്ട്രെങ്തനിങ്, കുറേ ഐറ്റംസ് ഉണ്ട്. വീട്ടിലിരിക്കുന്ന ലേഡീസ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ജെൻസ് ആയിക്കോട്ടെ, എല്ലാവരും വന്ന് കാരണം ഇവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമൻറ്റ് ബോക്സിന് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, ഞങ്ങളിന്ന് പ്രാങ്ക് ചെയ്യുമ്പോൾ കിടിലെ ഒരാളെയാണ്. മെയിൻലി ഇത് വാവേണ്ണൻ, ഇത് അപ്പു, ഇത് നേയ, ഇവരൊക്കെയാണ് നമ്മളിത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ട്രെയിനറും ഇത് ഇവിടെ ഉള്ളതാണ്. വാവേണ്ണൻ നമ്മൾ നാട്ടിൽ നിർത്തി ഗുണ്ടയാണ്, ചെറിയ ഗുണ്ടയാണ്. ഗുണ്ടയെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി കാണാം ഗൈസ്, വീട്ടിലേക്ക് കിടക്കാം. നീയാണോ ബ്രിൻഡോ? നീ വന്ന് യോനായിട്ട് എന്തോ ബ്രോ, ഞാൻ മൈക്ക് മേടിക്കാൻ തോന്നുന്നത്. മൈക്ക് മേടിക്കാൻ വന്ന പോട്ടെ, നീ ചെറുക്കന് സാധനം കൊടുക്കാൻ വന്ന എന്തിനാ? മാറിയും സംസാരിക്കുന്നേ ഉണ്ട്. ഞാൻ കാര്യം എടാ, ഒരു ജിമ്മ് നടത്തുന്നു, നമ്മൾ ജിമ്മിൻ്റെ കാര്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇതണക്ക് ഓരോ പയ്യന്മാർക്ക് സാമാനം കൊടുക്കുക. അതിനേക്കാളുപരി ഈ ചെറുക്കനുമായിട്ട് കുറച്ചേരം കഴിഞ്ഞ് സംസാരിക്കുന്നില്ല. ഇവിടെ വന്ന പിള്ളേരുടെ അടുത്തൊക്കെ നീ എന്ത് സംസാരിക്കുന്നു? ആരാ നിങ്ങളുടെ ആരേത്? ബോയ് ഫ്രണ്ടാണ്. നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന്റെ കറക്റ്റ് ഗുണം എന്താണെന്നറിയോ? ഇവിടെ 150+ ആൾക്കാരുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഏകദേശം 60 to 70 ലേഡീസ് ഉണ്ട്. അതിൽ ഇവൻ ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് മോശമായിട്ട് ഇടപെട്ട്. ഇവൻ മോശമായിട്ട് ഇടപെട്ട മാത്രമല്ല ഇവൻ നല്ല രീതിയിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ അനിയന് ഡ്രഗ്സ് കൊടുത്തിട്ടാ. ഇവൻ കറക്റ്റ് തപ്പിയാൽ തന്നെ വലിയ കാണുമില്ല. ഇതെന്തുവാണിത്? രാജണ്ണ ഇതാ പറഞ്ഞ ചെറുക്കൻ താഴെ റൂമൊക്കെ എടുത്ത്. ആവേണ്ണ അന്ന് വിഷയം ഉണ്ടാക്കിയില്ലേ? ഇവനാ കൊച്ചിന്റെ കാര്യത്തിന്. ഇവനാ ആണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടെ വരുന്നു. വീഡിയോ ഇട്. നീ എന്തിനാ പെണ്ണും കൊണ്ട്? പെങ്ങളെ താഴെ ഒരു ലോഡ്ജ് ഉണ്ട്. ഇവൻ 2 വട്ടം വന്ന് അവിടെ റൂം എടുത്തു. 2 വട്ടം വന്ന് റൂം എടുത്ത്. 2 അല്ല 3ാമത്തെ പ്രാവശ്യം ഇപ്പൊ ഞാൻ തിരക്ക് വന്നിപ്പോ. ഇല്ലേ ഇവൻ വരുന്നില്ലേ ഇവിടെ? ചോദിച്ചോ, ഇവ എടുത്തിട്ടൊന്ന് ഇപ്പൊ അടിക്കാൻ വേണ്ടി ഞാൻ വന്നത്. എന്തോ നീ എന്തോ കാണിച്ചോ? എന്തോ ഒരാഴ്ച മുമ്പ് പരിചയപ്പെട്ടാണോ? 2 ആഴ്ച മുമ്പ് പരിചയപ്പെട്ടാണോ? 3 മാസം. 3 മാസം ഒറ്റയടിക്ക് നീ വന്നില്ലേ? 3 മാസത്തിനിടയ്ക്ക് വന്നില്ലേ? പെണ്ണുങ്ങളെ വളർത്താൻ നടക്കുന്നു.
ഈ വാച്ച് വരും ആദ്യം. വാവേണ പോലീസിനെ വിളിക്കാം. ആ വിളിക്കാം, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. എന്തോ ആ ഇത് എത്ര പെണ്ണുങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നു? 3 പെണ്ണായി ഇപ്പം. നീ മൂലക്കേറിയൊക്കെ ഇപ്പൊ ഉണ്ട്, പോലീസ് യവനെ എങ്ങനെ അറിയും? അത് മാത്രല്ല വാവേണ വേറെ പരിപാടി ഉണ്ട്. നമുക്ക് ഇച്ചിരി പൈസ മേടിച്ച് മുറിക്കാലും. അല്ല ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഇയാളുടെ വീടോട് കൊടുക്കണോ അതോ നീ എന്തെങ്കിലും ഡീൽ ചെയ്യുന്നു? തൃശ്ശൂർ നിക്ക് വാവേണ ഞാൻ സംസാരിക്കാം. തൃശ്ശൂരല്ലേ ഇയാളുടെ വീട്. ഞങ്ങൾക്ക് തൃശ്ശൂർ വരെ പോയി ഇയാൾക്കൊരു സീൻ ഉണ്ടാക്കണമെന്നൊന്നും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാമ്യം കിട്ടത്തില്ല. 2 എണ്ണം ഉള്ള ഒരു കാര്യം നിങ്ങൾ ഒരുമിച്ചല്ലേ എവിടെയും വിടത്തില്ല. മനസ്സിലായി? എവിടെയും വിടത്തില്ല. അവിടെ നിന്ന് എവിടെയും വിടത്തില്ല. അവിടെ നിന്ന് എടാ നിന്നോട് വല്ല സ്നേഹം ഉണ്ടെങ്കിൽ അവൻ വന്ന് അടുത്തവളുടെ റൂം എടുക്കൂ. എന്നിട്ട് അവളെ താങ്ങാൻ നിൽക്കുന്നവന് നീ പറയണ ഒരു 3 മാസം. അത് നീ 3 മാസം മുന്നോ? 3 മാസോ? കഴിഞ്ഞ ആഴ്ച നീ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നേ? അത് പാസ്റ്റ് ആടി. നീ പാസ്റ്റ് ഗിഫ്റ്റ് ഒന്നും പറയണ്ടായിരുന്നില്ല. നീ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് നിൽക്കണ അവര് റൂം എടുത്തിട്ടില്ല. എന്റെ ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ മനുവിന്റെ കൂടോ? നിന്റെ ആധാർ കാർഡ് അവിടെ കിടക്കുന്നതാണോ? നോക്കാൻ വേണ്ടി കാണണോ? അല്ല എടി മനുവിന്റെ കൂടെ വേറൊരു പെണ്ണുണ്ട്. പെണ്ണിന്റെ പേര് പറ. ഈ മനു എന്ന് പറയുന്ന പയ്യന്റെ ID കാർഡ് അവിടെ കൊടുത്തിട്ടില്ല. ഇവന്റെ ആണ് കൊടുത്തേക്കുന്നത്. ഞാനല്ല, മനു അവളും കൂടെ റൂം എടുത്തില്ല. നിന്റെ ആധാർ കാർഡ് കൊടുക്കുന്നേ. പിന്നെ കള്ളം പറയുന്നതിനാ? എന്നോട് സത്യം പറ. അത് പറ, പറ്റിച്ചെന്നുള്ള കാര്യം സത്യം തന്നെ. നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് ഇയാളെ. നല്ല രീതി ഒട്ട് പറ്റിയിട്ടാ കിട്ടിയേക്കുന്നത്. പിന്നെ എല്ലാരും റൂം എടുക്കുന്ന ലുഡോ കളിക്കാനും കൂട്ടിരിക്കാനും അല്ലേ. എടുത്തിട്ടുണ്ടോ? ഇവര് പറയുന്നെന്താ? ആ തമാശ പറഞ്ഞല്ല. ആ നാട്ടുകാർ ഇവിടെ കൂടും. നിൽക്കുന്ന വാവണ്ണ ഞാൻ സംസാരിക്കാം. വീണ്ടും നിങ്ങളോ? നിനക്ക് ഇവിടുന്ന് പോണമെങ്കിൽ ഒരു പരിപാടി പറഞ്ഞാൽ കാശുണ്ടോ? 25 രൂപ വന്നാൽ വിടാതില്ല. എനിക്ക് പോലീസിനെ വിളിക്കും. ചേട്ടാ പോലീസിനെ വിളിക്കല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ എനിക്ക് നാളെ വർക്കിന് പോകണം. ഞാൻ ലീവ് എടുത്തിട്ട് ഇവൻ പറഞ്ഞിട്ട് വന്നു. എനിക്ക് നാളെ വർക്കിന് പോകണം. പോലീസിനൊക്കെ വിളിച്ചാൽ ഫീലാവും. 25 രൂപ തന്നോ? നീ ഒരു കാര്യം ചെയ്യും. ഞാൻ തരാം. ഇപ്പൊ ഇപ്പൊ എന്റെ നീ ഒരു കാര്യം ചെയ്യും. നിന്റെ പൈസ? നീ ഒരു കാര്യം ചെയ്യും. പണയവസ്ഥയായിട്ട് ഇവിടെ ഇരിക്കട്ടെ. എവിടാന്ന് വെച്ചാൽ നീ കൊണ്ടോ. നിന്റെ മാല നിന്റെ മാല കള്ളത്തരം എങ്ങാണോ കാണിച്ചാ മോനെ. അടിക്കേണ്ട കാര്യം തന്നെ. വേണ്ട ഇവനിട്ടൊരെണ്ണം പൊട്ടിച്ചാലോ? രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവരാം. 2 എണ്ണം പൊട്ടിച്ചിട്ട് കൊണ്ടുവരാം. 2 എണ്ണത്തിന് ഇതാ. എടാ നിന്നെ ഈ പറ്റിച്ചതിനെ നിനക്ക് എന്തിനാ? നീ കളഞ്ഞിട്ട് നിന്റെ പാട് നോക്കി പോണോ? എന്നാ അങ്ങനെ സംസാരിക്കണ്ട. അവനോട് കുറച്ചിട്ട് ഞാൻ സംസാരിക്കും. അതിനൊക്കെ താഴെ റൂം എടുത്തു തരാം. വേറെ ഇവിടെ നടക്കത്തില്ല. മനസ്സിലായി? ആ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഇവിടെ ഞാൻ തമാശനല്ല, ഉള്ളാരും പറയാം. നിന്നെ കൊണ്ടു എന്തോ നീയാ ഉണ്ട്, നീയല്ല ഉണ്ടെന്ന് എന്തോ ഉറപ്പുണ്ട്. ആണാന്ന് എനിക്ക് ഇവിടെ ഒറ്റ കേൾക്കാൻ പറ്റത്തില്ല.
വേണ്ട പൈസ കൊണ്ടൊന്നും വേണ്ട പോലീസ് എടാ നീ ഉള്ളവരെ എടുത്തിട്ട് പോവില്ലോ. എങ്ങോട്ട് പോവാൻ? അവക്കങ്ങ് അവനങ്ങ് ഒഴുകുന്ന അവൻ വേണ്ട. അവൻ ഇതിനെക്കാട്ടി വലിയ ഒഴിയാ മെനഞ്ഞാന്ന് ഓർമ്മയുണ്ടോ? മെനഞ്ഞാ നീ ആരും കൊണ്ടാ വന്നേ കൂടെ? ഇവനെ കൊടുക്കും. അല്ല ഇവര് വെളുത്തവർക്ക് ഞങ്ങളും കൊടുക്കണം എങ്കിലും ചുമക്കത്തുള്ളത്. ഇവൻ ഭയങ്കര പക്കാ ഫ്രോഡാ. നീ അവനെ നമ്പി ഇവിടെ കയറി വന്നു. നിനക്ക് വല്ല ബോധം പൂക്കണമൊന്നുമില്ല. ഇവൻ എന്താന്ന് വിചാരിച്ചാ നീ ഇങ്ങ് വന്നത്? നീ എത്ര കിടന്ന് പറഞ്ഞാലും ശരി നിന്റെ ആധാർ എന്തി? ആധാർ കാർഡ് ഫോട്ടോ ഉണ്ട് ആധാറിന്റെ. ആധാറിന്റെ പോലീസ് വരുമ്പോ കൊടുക്കണ്ടേ? അല്ല ഞാൻ ചോദിച്ചു ഇവനെ നമ്പി ഇവളിറങ്ങി വന്നല്ലോ എന്നാ. അപ്പുറം എപ്പുറം ഒന്നുമല്ല, തൃശ്ശൂര് നാക്കൊച്ചി രായിക്ക് രാമാനെ വണ്ടി കയറി വന്നേക്കുന്നത്. എന്റെ ദൈവം എന്തോ ചെയ്യാനെന്ന് പറഞ്ഞു. അവനെ കാണാൻ നല്ല ഭംഗിയാണ്, സുന്ദരനാണ്, ഫിസിക്കെല്ലാം ഓക്കെയാണ്. മണ്ടാൻ പൊടി കേട്ടോ. അവിടുന്ന് വെട്ടിന്ന് വെച്ചാൽ ഞങ്ങൾ പോലീസുകാരോട് നിനക്ക് വല്ല കാര്യമുണ്ട് തൃശ്ശൂരിൽ നിന്ന് കുറ്റിയും പറിച്ചു കൂടെ ജയിലിൽ കിടന്നാണ്ട് ഇങ്ങനെ മൂവ് എടുത്താൽ മതി. നീ എന്തിനാണ് ഈ നെക്കോട്ടിക്സ് ബിസിനസ് തുടങ്ങിയത്? എന്തിനാണ് അത് പറ. എന്നിട്ട് 3-4 പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ കാണിക്കുന്നത് ശരിയാണോ അല്ലേ? നീ എന്തോന്നട എടുക്ക? എത്ര വയസ്സുണ്ടെന്നാ? കള്ളും കഞ്ചാവും പെണ്ണും മധുരം പിച്ചലൊക്കെ കൊണ്ടല്ലേ. ഇത് കണക്ക് മന്തിയതാ ഫാത്തിമ. കണ്ടോ വായി വീണുണ്ടോ? സത്യാവസ്ഥ വെളി വന്നുണ്ടോ? അവളോട് മെസ്സേജ് പോലും അയക്കാറില്ലെന്നല്ലോ നീയോട് പറഞ്ഞേ. നീരാ തിരുമേനി എന്റെ ക്ലോസ് ഫ്രണ്ട് ആണത്. ശരി അത് കൊള്ളാം. ഇത് ഡക്ക് ഡക്ക് ഡൊക്ക് ഡൊക്ക് അത് കൊള്ളാം. ആർക്ക്? ആര്? ഇവളൊന്നും എന്നോട് അവളൊന്നും പറയുന്നില്ലല്ലോ ഇതൊന്നും. നീ പറയടേ. നീ ഒന്ന് ആലോചിച്ചു. എന്നോട് സത്യം പറ, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സത്യം പറ. ഇവിടുന്ന് പോവണ്ടേ? ഞാൻ ഇവിടുന്ന് അവിടെ പോകാൻ സ്റ്റേഷനിൽ പോകാൻ. എനിക്ക് നാളെ ജോലിക്ക് പോകണം. ജോലിക്ക് പോകണമെങ്കിൽ കോടതിയിൽ ജഡ്ജി പറയും പോകണമെങ്കിൽ. എങ്ങോട്ടാ പോകുന്നേ? അവൻ കാശ് കൊടുത്ത് വരട്ടെ. നീ ഇവിടെ നില്ല്. പിന്നെ ഇത്ര കാണിച്ചതും പോരാ. ഇത്ര ചെയ്ത് നീ വരുന്ന വിശ്വസിക്കണം? ഞാൻ എന്താ പൊട്ടത്തിയോ? കുഴപ്പമില്ല, എന്റെ വീട്ടിൽ ഒഴിഞ്ഞൊരു മുറിയുണ്ട്, ചോറും തരാം, അവിടെ കിടന്നോ. കൂട്ടിന് ഡോളിപ്പട്ടി ഉണ്ട്, പ്രശ്നം തീർന്നു. എന്ത് ബാക്കി? നീ ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ പൈസ കൊടുക്കണോ? അവള് ചോദിക്കട്ടെ, നമ്മളൊന്നും പറയുന്നില്ല. അവള് ചോദിക്കട്ടെ. അമ്മ എന്തിനാ ഇപ്പൊ പോലീസ് വരുമല്ലോ, പിന്നെ പോവല്ലോ. അവിടെ മരം വീഴുവോ, ലോറി മരം എന്തോ ചെയ്ത്, അതാ ഇത്രയും ലേറ്റ് ആണ്. ഇല്ലെങ്കിൽ എപ്പോഴേ വന്ന് കൊണ്ടുപോയേനെ. ഹൈ റേഞ്ച് ആയതുകൊണ്ട് ഇങ്ങനൊക്കെ വരും. അവൻ പോയിട്ട് വരട്ടെ വെച്ചേ, നീ ഇവിടെ ഇല്ലേ? എന്ത് പറയുന്നു? ഇടയിലെ സീരിയലിലെ നോട്ടം നോക്കാത്ത കാര്യം പറ. നാളെ ജോലിക്ക് കയറണ്ടേ? ഇയാൾ എന്ത് ജോലി ചെയ്യുന്നേ? ലെക്ചറാ, പിള്ളേരെ പഠിപ്പിക്കേണ്ട ടീച്ചറാ. ഇത് കണക്കുള്ള ഫ്രോഡിന്റെ കൂടെ നടക്കുന്നത്. നിനക്ക് ഇത്രയും വിവരവും വിദ്യാഭ്യാസം ബുദ്ധിയുള്ള നീ എങ്ങനെയാടി ഇവന്റെ കൂടെ ഒക്കെ നീ പോയത്? നിന്റെ അടുത്ത് ഇവിടെ ആ സൈഡിൽ ഇരിക്കാനേ പറഞ്ഞുള്ളൂ. നമ്മളിവിടെ ക്യാമറ കളിക്കാനൊന്നും പറഞ്ഞില്ല. പേടി എന്ത് കണ്ടാ ഞങ്ങള് ഇച്ചിരി റോങ്ങാണ്ട് ഇവന്റെ ലോല മോന്താണ്ടിട്ട് നിനക്ക് വന്നിട്ടുണ്ട്. നിന്നെ എന്തിനു ചെയ്യുന്നു? എവിടെ ബസ് കയറ്റി വിടാൻ? നിന്നെ ഒറ്റയ്ക്കൊന്നും വിടത്തില്ല, അത് വേറെ കാര്യം. ഒറ്റയ്ക്കൊന്നും നിന്നെ ഒരു കാരണവശാലും വിടത്തില്ല. നിന്നെ എന്നിട്ട് വേണം ഇത് ഞങ്ങളുടെ നിലയിലാണ്. നീ ഇതിന്റെ കാര്യം നീ പോടാ. ഉള്ള കാര്യം പറ. നിന്റെ കാശുണ്ടോ? 1000 രൂപ. 1000 രൂപ 25,000 രൂപ. എനിക്ക് അടുത്ത മാസം സാലറി ഞാൻ അതിന്റെ ഉള്ളിൽ തന്നോളി. കുറച്ച് പ്രൊമോഷൻസിന്റെ പൈസ തരാറുണ്ട്. നിനക്ക് നീ എന്തോ ചെയ്യുന്നത്? വീഡിയോസ് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. തീർന്ന് ഇതോടെ തീർന്നല്ല, സോക്കേടെ തീർന്നല്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഇത് മോളെ ഇത് ഇട്, നാട്ടുകാരെ മൊത്തം കാണിക്കും. ഞങ്ങളും കുറച്ച് പ്രൊമോഷൻ ചെയ്തു.
നമുക്ക് അയ്യോമേ ഇങ്ങനെ ഒരു ഡബിൾ ഗോൾ എനിക്ക് കൊണ്ട് തന്നല്ലോ. എടാ ഇപ്പൊ പറയാം, പൈസ തന്നാലും വീഡിയോ ഇടും. ഇവന്റെ കൂടെ ഇതിനെക്കാട്ടി കളർ അടിച്ച രണ്ടുപേരും നേരത്തെ ഇല്ലേ ചേച്ചി? അത് ഇത് കണക്കെ തന്നെ. അത് ചാണകം വെച്ച് തൈര് വെള്ളമൊക്കെ അടിച്ചു. നീയാണോ വിളിക്കുന്നത്? ആരാ നോക്കട്ടെ നോക്കട്ടെ. ഇതിന്റെ കൂടെ അതും കൂടെ ഡേയ് 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 ഇത് നീയാണോ? ഇത് നീയാണോ? ഷവർമ തീറ്റിക്കാം. ഇതെന്ത് പെർഫെക്റ്റ് ബോയ് ഫ്രണ്ട് ടെസ്റ്റ്. തരാം. പിന്നെ ഇതൊന്നുകൂടെ എടുത്തോണ്ടൊക്കെ നടക്കുന്നേ. എടുപ്പിക്കാം. തോള ഇരുത്തുന്ന് ഏതാ നോക്കട്ടെ. ഇരുത്താം. ഇതാണ് ഈ കുഞ്ഞ്. ഇതാ കുഞ്ഞ് മോളെ തോള ഇരുത്താം. ഇപ്പൊ പോലീസുകാർ എന്നെ എടുത്തോണ്ട് നീ മിണ്ടരുത്. വനിതാ പോലീസുകാർ വരാൻ നീ മിണ്ടടാ. ലേഡി ഇത് കണ്ട കൊടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കട്ടെ. അവളെ പിടിച്ചോണ്ടേക്ക്. പിടി പിടി കൈ നോക്ക്. ഇങ്ങോട്ട് ആണ്ടാ പോലീസിനെ ആണ്ടാ ഈ നിക്കുന്നുണ്ടല്ലോ സ്നേഹനക്ക് അറിയാത്തല്ലോ എടുത്ത് പന്തടിക്കുന്നതാണ് നിന്നെ അടിച്ചോളെ. എല്ലാരും ഞാൻ പറഞ്ഞേക്കാം. അവിടെ ഇല്ലടി. എനിക്ക് സുഹൃത്തുക്കളെ, ഇത് ഇവന്റെ തൃശ്ശൂരിൽ നിന്ന് റീലൊക്കെ ചെയ്യുന്ന പെങ്കൊച്ചാണ് ഇവള്. നമ്മളിവിടെ നമ്മുടെ MDMA ആയിട്ട് പിടിയിലായിരിക്കാണ്. എവിടെ പോ? അവിടെ നില്ല, അവിടെ നില്ല്. അവിടെ നില്ല്. താണ്ടെ തോളയിലൊക്കെ ഇരിക്കറിയാലോ. എന്താ ചെയ്യാ? നിങ്ങൾ നിർത്ത്. എനിക്ക് എന്തോ ഞാൻ ഇതുവരെ അറിഞ്ഞില്ല. എനിക്ക് മനസ്സിലായില്ല. ഇതാ ടീമില്ലേ എന്നിട്ട് ബ്ലോഗ് ഈ ഇടയ്ക്കല്ലേ കൊച്ചു പറ്റിയത് മറ്റേ എന്ത് ചലഞ്ച് ചെയ്ത ബോയ് ഫ്രണ്ട് ചലഞ്ചോ? അത് ഇവനാണോ ചെയ്തത്? അവിടെ ഇരുന്നു. എടാ ചിരിയടെ. അയ്യോ പാവം. MDMA പാക്കറ്റ് എടുത്ത് മടി വെച്ചോട്ടെ. അപ്പൊ കറക്റ്റ് ആവും. വിളി താണ്ട് സുഹൃത്തുക്കളെ, താണ്ട് ഇതാണ് ഇവരെ ഇത് പിടിച്ചെടുത്തത്. പോലീസ് ഇപ്പൊ വരുന്നുണ്ട്. എന്തോ ഈ വീഡിയോ ഇടുമ്പോ പോലീസ് നിങ്ങളെ വെറുതെ വിട്ടാ പോലീസുകാർ ഞങ്ങളെ പിടിച്ചകത്താക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിനെ വിളിക്കും. ഇതാണ് മറ്റേ ബോയ് ഫ്രണ്ടിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന പെൺകൊച്ച്. ഇതാണ് ആ ബോയ് ഫ്രണ്ട്. ടെസ്റ്റ് നടത്തി പാസ്സായിട്ടുണ്ട്. തരാം. ഡ്രഗ് ടെസ്റ്റ്. ഇവിടെ അറിഞ്ഞത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. 25,000 രൂപയ്ക്ക് നിൽക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ പെരും. 50,000 രൂപ 1 ലക്ഷം രൂപ വന്നാലും പെടത്തില്ല. ശരി. അങ്ങനെ അതൊരു നല്ല ഡീലാണ്. നമുക്ക് ഇടായിരുന്ന 2 ലക്ഷം രൂപ വിടാം. 1 ലക്ഷം രൂപ ഞാൻ എടുത്തോണ്ടരാം. 1 ലക്ഷം രൂപ നിക്ക്. 1 ലക്ഷം രൂപ ഇവൻ തരണം, 1 ലക്ഷം രൂപ നീ തരണം. സമ്മതിച്ചോ? അവിടെ പോയി ചാനൽ കേട്ടോ, അതായിരിക്കും നല്ലത്. അടിക്കണ്ടേ ഇവിടെ അടിക്കണ്ട. ചുമ്മാ അവൻ അടിക്കണ്ട. ആ പാവം പിടിച്ച മനുഷ്യൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോറക്സ് പോലൊരു സ്ഥാപനം ഇട്ടേക്കുന്നു. അവിടെ വരുന്ന പെണ്ണുങ്ങളെ കമന്റ് അടിച്ച് ഡ്രഗ്സും വിറ്റ് കിടക്കാനാണെങ്കിൽ ഉണ്ടല്ലോ. തൃശ്ശൂർ വന്നേക്കുന്നൂടെ. അല്ല ഈ ഇടമണ്ണ് വെള്ളിമല നിന്നും ഇതൊക്കെ വിഷയം ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല. ശരി ഇവിടുന്ന് ആലോചിക്കും. അല്ല എന്ത് പറ ടീച്ചറെ ടീച്ചർ സ്റ്റുഡന്റിനോട് ചോദിച്ചു. പൈസ കൊടുക്കാൻ പറ്റുമോ? 2 ലക്ഷം രൂപയോ? 1 ലക്ഷം നീ തരണം. 1 ലക്ഷം അവൻ തരും. നിന്റെ ജാമ്യത്തിൽ ഇന്നിപ്പോ 1 ലക്ഷം തന്നിട്ട് വിടാൻ പോകുന്നത്. നീ ഇല്ലെങ്കിൽ പറയണം ഇനി ഇവനെ നീ സ്നേഹിക്കും. ഇവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിന്നെ വെറുതെ വിടാം. ലാസ്റ്റ് ആയിട്ട് പറയാ, നിനക്ക് ഇവനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിടാം. തോന്നുന്നില്ല, പറ്റത്തില്ല. എന്നാ ലാസ്റ്റ് ആയിട്ടൊന്ന് കെട്ടിപ്പിടിച്ചോ. ലാസ്റ്റ് ആയിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് വിട്ടോ. ഇനി കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല. ഇവനെ ഞങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുപോകും. ഞാൻ ഇതിന്റെ കാര്യം പറയട്ടെ. ഇത് ഇവൻ പറഞ്ഞത് ഞങ്ങളെല്ലാം കൂടെ ചെയ്തൊരു പ്രാങ്ക് ആയിരുന്നു. പ്രാങ്ക് ഷോ ആയിരുന്നു.
നമ്മൾ വെള്ളിമലയിലുള്ള കറക്റ്റ് പറയുകയാണെങ്കിൽ താഴത്തെ ഏതാണ് സത്രമുക്കിന്റെയും വെള്ളിമലയുടെ ഇടയ്ക്ക് ഉള്ള കോറക്സ് ജിമ്മിലാണ്. അടിപൊളി ഒരു സൂപ്പർ ഹൈടെക് ജിമ്മായത്. അതുള്ള നല്ല കിടിലൻ ട്രെയിനേഴ്സ് ഉള്ള അടിപൊളി ജിമ്മിൽ നമുക്ക് ഇന്ന് അവസരം ഒരുക്കി തന്നതിന് നന്ദി. ആദ്യം തന്നെ ചോദിക്കാം, കൃഷ്ണപ്രിയക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? എനിക്കിപ്പോഴും ബോധം ശരിക്കും വന്നിട്ടില്ല. ഇദ്ദേഹമാണ് കേരളം മുഴുവൻ കണ്ട ആ കാമുകൻ. ഇതാണ് ബ്രിൻഡോ ഞാനെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത വീട്ടുകാരാ, അപ്പുറം ഇപ്പുറം താമസിക്കുക. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അടിച്ചത്, ബ്രിൻഡോ ഇത് ചെയ്താലോ, നമുക്ക് ഇങ്ങനെ ചെയ്തു. ബ്രിൻഡോ ആണ് ആ ചെയ്യാം എന്നാ ബാ. അപ്പോഴേ ബ്രിൻഡോ വിളിച്ചു വരുത്തി. കാണാൻ നല്ല സുന്ദരനാണ്. ഭയങ്കര ഡൗട്ടായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ. ഒന്നാമത്തെ കാര്യം, ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ ഒരുപാട് എക്യുപ്മെന്റ്സ് കാരണം നമുക്ക് പലയിടത്തും കൊണ്ട് ക്യാമറ വെക്കുമ്പോൾ ഹൈഡായി പോകുന്നുള്ള. ഇപ്പം സത്യമായിട്ടില്ലേ, ഇത്രയും എക്യുപ്മെന്റ്സിന്റെ ഇടയ്ക്ക് വെച്ച് എടുത്തു കഴിഞ്ഞാൽ മറഞ്ഞു പോവോ, അതോ ഈ കൊച്ചു എവിടെയെങ്കിലും അടങ്ങി നിൽക്കുവോ, ഇങ്ങനെ പോവുക. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നില്ല. അവസാനം വിന്നി വീഡിയോ എടുക്കാൻ തുടങ്ങി. അത് കണ്ടില്ലേ, കണ്ടില്ല. അതെന്താണെന്നറിയോ, ഇത്രയും ടെൻഷനായി ഇതായിപ്പോയി, ക്രാക്കായി പോയി. ഉടനെ ആര്യയും ഫാത്തിമയും പെണ്ണുങ്ങളും വന്ന് കൊച്ചി തൃശ്ശൂരിൽ നിന്ന് വണ്ടി പിടിച്ച് ഉറക്കം കളഞ്ഞ് വന്നപ്പോ ആണ്ട കിടക്കുന്ന 3-4 നിർമ്മാണം പറയുമ്പോഴത്തേക്ക് ക്രാക്കായി പോയി. എന്താ തോന്നുന്നു? എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രിൻഡോ ഹാപ്പിയായോ? അതുപോലെ നമുക്ക് ഇന്ന് സപ്പോർട്ട് ചെയ്തെന്ന വാവേണ്ണൻ എന്ന് പറയാം ഞങ്ങളുടെ. പിന്നെ ഇത് ഞങ്ങൾ പണ്ടിട്ടുള്ള സുഹൃത്താണ് നേഹ. കാര്യം ഞങ്ങള് പറയും, പുള്ളിക്കാരുടെ ഹസ്ബൻഡ് തൊട്ട് ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അപ്പം താങ്ക് യു. അപ്പോൾ പുള്ളിക്കാരി എടുത്ത ട്രെയിനറും കൂടി കേട്ടോ, ലേഡീസിൻ്റെ ട്രെയിനറാണ്. ഞങ്ങൾ വന്നപ്പോൾ ഫുൾ ലേഡീസ് ആയിരുന്നു. ഒരു 10-30-50 പേരുണ്ടായിരുന്നു. ഇവരെല്ലാം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഇവിടെ ഉണ്ടായ ബ്രോ ആണ്. ഇത് അപ്പു എന്ന് വിളിക്കും. അപ്പു ഹാപ്പിയായോ? അപ്പോഴാണ് നമുക്ക് ബാക്കിയെല്ലാം നിന്നിരുന്നത്. പിന്നെ നമ്മുടെ ബ്രിൻഡോയുടെ കൃഷ്ണപ്രിയ രണ്ടുപേരും ചെയ്ത്. ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ റിയലി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുത്തത്. ഇത്രയും അടുത്ത് ക്യാമറ വെച്ച് ഓടി നടന്ന് വീഡിയോ എടുക്കാൻ പറ്റി. ഇന്ന് എനിക്ക് പുതിയൊരു ഐഡിയയും കിട്ടി കേട്ടോ ഗൈസ്. ക്യാമറ വയ്ക്കാൻ പുതിയൊരു ഐഡിയയും കിട്ടി. അപ്പൊ ഗൈസ്, ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്നത് വരെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ. ബൈ വേറെ കുറി വെച്ച വീഴണം.